തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഒറ്റഘട്ടമായി 2 ദിവസമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് വൈകിച്ചത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് കമ്മീഷൻ വിമർശിച്ചു. അതേസമയം 28 പുതിയ മുനിസിപ്പാലിറ്റികളും കണ്ണൂർ കോർപ്പറേഷനും രൂപീകരിച്ചതായുള്ള വാർഡ് വിഭജന കമ്മിറ്റിയുടെ അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. സർവകക്ഷി യോഗത്തിന് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് നവംബറിൽ നടത്താനുള്ള തീരുമാനം കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഒറ്റഘട്ടമായി 2 ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തും. ഒന്നിടവിട്ട ജില്ലകളിൽ 1 ദിവസമെന്ന രീതിയിലായിരിക്കും വോട്ടെടുപ്പ്. പുതിയ 28 നഗരസഭകളിലും കണ്ണൂർ കൊല്ലം കോർപ്പറേഷനിലും പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടക്കും. ശേഷിക്കുന്ന 935 ഗ്രാമപഞ്ചായത്ത്, 122 ബ്ലോക്ക് പഞ്ചായത്ത്, 1 ജില്ലാ പഞ്ചായത്ത്, 4 കോർപ്പറേഷൻ, 58 മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ 2010 വാർഡടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷൻസും രൂപീകരിക്കുന്നതിന് വലിയ താമസം ഉണ്ടാവില്ല. എന്തായാലും അതിൻ്റെ ആ ഒരു സമയപരിധി കൃത്യമായിട്ട് നമുക്ക് അത് ആ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പാക്കാൻ ഒക്കൂ. എന്തായാലും തീർച്ചയായിട്ടും ഈ നവംബർ മാസം കഴിയുന്നിടത്തോളം നേരത്തെ നടത്താം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വൈകിച്ചത് വാർഡ് വിഭജനത്തിൽ സർക്കാർ വരുത്തിയ വീഴ്ചയാണെന്ന് കമ്മീഷൻ പരോക്ഷമായി വിമർശിച്ചു. അല്ല, അങ്ങനെ ആരുടെ വീഴ്ച കൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്തായാലും തന്നെ ഒരു കാര്യമുണ്ട്. ഇത് ധനകാര്യ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇത് ഇലക്ഷൻ്റെ 1 വർഷം മുമ്പ് ഇതെല്ലാം പൂർത്തീകരിച്ച് വെക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ കാലതാമസം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നത് ഭരണഘടനാ ബാധ്യതയാണെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ ഒരേ സ്വരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു തരത്തിലും ഒക്ടോബർ 31-ാം തീയതി അവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നവംബർ 1-ാം തീയതി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരത്തക്ക രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള നിലപാട് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചത്. വോട്ടർ പട്ടിക 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. 2,49 ലക്ഷം വോട്ടർമാരിൽ 5,04,000 പേർ പുതിയ വോട്ടർമാരാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മീഷനും സർക്കാരും തമ്മിൽ തർക്കങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. സർക്കാരും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഒരു തർക്കവുമില്ല. അത് ചില പ്രശ്നങ്ങൾ വന്നിരുന്നു, അതെല്ലാം ചർച്ച ചെയ്ത് തീർത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിലും സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ഒരേ രീതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. ഇപ്പോൾ കോടതി ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം കോടതി വിധിക്ക് വിധേയമായി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തും. ശബരിമല സീസണിൽ ഭക്തജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് തടസ്സമില്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി വരുന്നതാണ് അഭികാമ്യം. അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ വശങ്ങളും പരിശോധിക്കും. പോലീസിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് നോക്കും. SNDP പ്രകടനത്തിന്റെ മറവിൽ CPM സെമിനാറിന് നേരെ RSS ആക്രമണം. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കുമ്പോഴാണ് സെമിനാർ നടക്കുന്ന മൈതാനിയിലേക്ക് RSSകാർ കല്ലുകൾ വലിച്ചെറിഞ്ഞത്. കോട്ടയം തിരുനക്കരയിൽ TK രാമകൃഷ്ണൻ പഠന കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാറിനിടെയായിരുന്നു ആക്രമണം. TK രാമകൃഷ്ണൻ പഠന കേന്ദ്രത്തിന്റെ വർഗീയ വിരുദ്ധ സെമിനാർ നടക്കുന്നതിനിടെയാണ് നഗരത്തിലൂടെ SNDP പ്രകടനം കടന്നുവന്നത്. പ്രകടനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ RSSകാരും നുഴഞ്ഞു കയറിയിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിനാൽ സംഘർഷ സാധ്യത ഉണ്ടാകുന്നത് തടയാൻ തിരുനക്കര മൈതാനത്തിന് ചുറ്റും ബസ്സുകൾ തടഞ്ഞിട്ട് ചേർത്ത് നിർത്തി. SNDP പ്രകടനത്തിന്റെ മറവിൽ നഗരത്തിൽ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ അരിശം പൂണ്ട RSSകാർ SNDP പ്രകടനത്തിന്റെ മറവിൽ കോട്ടയം നഗരത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. സെമിനാറിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകളിലും ബാനറുകളും RSSകാർ തകർത്തു. നഗരത്തിലെ ആക്രമണങ്ങൾക്ക് ശേഷമാണ് സെമിനാർ വേദിയിലേക്ക് RSSകാർ കല്ലുകൾ വലിച്ചെറിഞ്ഞത്. കല്ലുകൾ വേദിയിലേക്ക് പതിക്കുമ്പോൾ ശിവഗിരി ഭരണസമിതി അംഗം സ്വാമി ശുഭാകാനന്ദ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. RSSന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുമ്പോഴും സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ 4000-ഓളം വരുന്ന പ്രവർത്തകർ ആത്മസംയമനം പാലിച്ചതോടെ സംഘർഷ സാധ്യത ഇല്ലാതാകുകയായിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് അക്രമികളെ പിന്തിരിപ്പിച്ചത്. സെമിനാർ സമാപിച്ച ശേഷമാണ് പിണറായി അടക്കമുള്ള നേതാക്കൾ വേദി വിട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശ്രീനാരായണ ധർമ്മത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ കണ്ടുകൊണ്ടിരിക്കാനാകില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുവിനെ വാക്കിലോ നോക്കിലോ ചെറുതായി കാണുന്ന പ്രസ്ഥാനമല്ല CPM. ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുന്നവരാണ് CPM പ്രവർത്തകരെന്നും പിണറായി പറഞ്ഞു. കോട്ടയം തിരുനക്കരയിൽ TK രാമകൃഷ്ണൻ പഠന കേന്ദ്രം സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു പിണറായി.
ശ്രീനാരായണ ഗുരുവിനെ വാക്കിലോ നോക്കിലോ ചെറുതായി കാണുന്ന പ്രസ്ഥാനമല്ല CPIM. വോട്ടല്ല പ്രധാനമെന്നും മതനിരപേക്ഷതയുടെ സംരക്ഷണമാണ് CPMന്റെ ലക്ഷ്യമെന്നും അതിനായി മുൻനിരയിലുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ ഒരു വാക്കിലോ നോക്കിലോ ചെറുതായി കാണുന്ന പ്രസ്ഥാനമല്ല CPIM. ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വം, ഈ നാടിനെ മാറ്റിമറിക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള വിപ്ലവകരമായ പങ്ക് എല്ലാ ഘട്ടത്തിലും അടിവരയിട്ടെടുത്തു പറഞ്ഞവരാണ് CPIM. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയവാദികൾ രാജ്യത്ത് അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച് വർഗീയതയ്ക്കെതിരെ അണിനിരത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് TK രാമകൃഷ്ണൻ സ്മാരക പഠന കേന്ദ്രം വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത്. LDF കൺവീനർ വൈക്കം വിശ്വൻ മോഡറേറ്ററായിരുന്നു. ഓർത്തഡോക്സ് സഭാ ബിഷപ്പ് ഡോക്ടർ മാർ തോമസ് അത്താനാസിയോസ്, ശിവഗിരി മഠം ഭരണസമിതി അംഗം സ്വാമി ശുഭാംഗാനന്ദ, പ്രൊഫസർ MK സാനു, ഇമാം കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് നദീർ മൗലവി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ തുടങ്ങി രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന്റെ കാലിക പ്രസക്തിയും ഉള്ളടക്കവും നിരവധി പേരെയാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരുനക്കര മൈതാനിയിലേക്ക് ആകർഷിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. RSS BJP ബന്ധം മറച്ചുവെക്കാനാണ് CPMനെതിരെ കുപ്രചരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. CPM SNDPയെ അപമാനിച്ചുവെന്നത് കുപ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPM എന്നും VS അച്യുതാനന്ദൻ പ്രസ്താവിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർക്കാൻ വരെ മനസാക്ഷി കുത്തില്ലാത്തവരായി RSSകാർ മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുതലെടുപ്പ് നടത്താൻ കഴിയുന്ന തരത്തിലൊരു വിഷയം ഘോഷയാത്രയിൽ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. എന്നാൽ അതിനകത്ത് കുരിശ് തറിക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരമൊരു നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത്, അത് അത്തരമൊരു നടപടി എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഇടവരുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നവോത്ഥാന നായകന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറേ കൂടി ജാഗ്രത പാലിക്കണം. അത്തരത്തിലൊരു ജാഗ്രത കുറവ് ഈ നിശ്ചല ദൃശ്യം അവതരിപ്പിച്ച കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം കോതമംഗലത്ത് തെരുവുനായയുടെ കടിയേറ്റ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരം. കുഞ്ഞ് അങ്കമാലി ആശുപത്രി ICUവിലാണ്. വീട്ടുവരാന്തയിൽ വെച്ചാണ് കുഞ്ഞിനെ തെരുവുനായ ആക്രമിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:45 വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2.5 വയസ്സുകാരൻ ദേവനന്ദിന് തെരുവുനായയുടെ കടിയേറ്റത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ അമ്പിളി വീടിനകത്ത് കയറിയ 20 സെക്കൻഡിലാണ് തെരുവുനായ കുട്ടിയെ കടിച്ചു പറിച്ചത്. ദേവനന്ദിന്റെ കണ്ണുകൾക്കും മുഖത്തും കഴുത്തിനും ഗുരുതരമായി കടിയേറ്റു. കുട്ടിയെ ഉടൻ തന്നെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വേദന സഹിക്കാനാകാതെ നിലവിളിക്കുന്ന കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അച്ഛനും അമ്മയും പാടുപെടുന്നതും ആശുപത്രിയിൽ കാണാം. ഈ സമീപത്തിനടുത്തുള്ള പ്രദേശത്ത് നായശല്യം വളരെ അധികമാണെന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് 2-3 മാസങ്ങളടക്കം പത്രങ്ങളടക്കം വലിയ വാർത്ത വന്നിട്ടും അവിടുത്തെ പ്രദേശത്തെ ആടുകളെയും മറ്റു മൃഗങ്ങളെയും കടിച്ചു കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടും അധികൃതർ ഒരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് 2.5 വയസ്സുള്ള മുലമുടി പോലാത്ത ഒരു കൊച്ചു കുഞ്ഞിന് പോലും അത് വീടിൻ്റെ വരാന്തയിൽ പോലും ഇരിക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ഇത്തരം അനുഭവം ഉണ്ടായിരിക്കുന്നത്. ENT ഉൾപ്പെടെ 5 വിഭാഗങ്ങളുടെ HODമാർ ചേർന്നാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. കുട്ടിക്ക് പേവിഷബാധയേൽക്കാതിരിക്കാനുള്ള വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ കാഴ്ചയെ ബാധിക്കുമോ എന്നതിന് മറുപടി ഇപ്പോൾ പറയാനാകില്ലെന്ന് ദേവാനന്ദിനെ ചികിത്സിക്കുന്ന നേത്രരോഗ വിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് ജോസഫ് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടുത്തെ ENT സർജൻ ഡോക്ടർ രാജേഷും ഓക്കുലോപ്ലാസ്റ്റി സർജൻ ഡോക്ടർ ആനും അനസ്തറ്റിസ്റ്റ് ഡോക്ടർ എലിസബത്തും എല്ലാവരും കൂടെ ആയിരിക്കും സർജറി ചെയ്യുക. ഇപ്പോൾ കുട്ടിക്ക് നല്ല വേദനയുണ്ട്, മുഖത്ത് നല്ല നീരുണ്ട്, കൊച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ തുന്നൽ ഉച്ചകഴിഞ്ഞ് ഓപ്പറേഷന് ശേഷം കൊച്ച് കുറച്ചുകൂടെ ക്വയറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോതമംഗലം പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും വ്യാപക പരാതി ഉയരുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് ഈ അവസ്ഥ വരുമ്പോൾ മാത്രമേ അതിന്റെ വേദന മനസ്സിലാകുകയുള്ളൂ എന്നും ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അപകടകാരികളായ നായ്ക്കളെ കൊല്ലാൻ നഗരസഭകൾക്ക് കർശന നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി പീപ്പിളിനോട്. ഇക്കാര്യത്തിൽ നിയമതടസ്സമില്ലെന്നും മഞ്ഞളാംകുഴി അലി വ്യക്തമാക്കി. അത് എന്താണ് ചെയ്യാത്തതെന്ന് നഗരസഭയോട് അന്വേഷിക്കണം. കാരണം നഗരസഭകളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പഞ്ചായത്തുകളാണ് ചെയ്യേണ്ടത്.
സ്വാഭാവികമായിട്ട് എന്താണെന്ന് ചെയ്യാത്തതെന്ന് അന്വേഷിക്കണം. പക്ഷെ ഇപ്പോ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാനുള്ള ഒരു നിയമം ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, നിലവിലുണ്ട്. അതനുസരിച്ച് നഗരസഭകൾക്ക് മുന്നോട്ട് പോകും. പാർട്ടി പുനഃസംഘടന മാറ്റിവെക്കണമെന്ന KPCC ഭാരവാഹി യോഗത്തിൽ DCC പ്രസിഡന്റുമാർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പുനഃസംഘടന നിർത്തിവെക്കണമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് ഒഴികെയുള്ളവരാണ് ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളും യോഗത്തിൽ നടന്നു. നാളെ നടക്കുന്ന വിശാല നിർവാഹക സമിതി യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കും. പാർട്ടിക്കുള്ളിൽ മൂർച്ഛിക്കുന്ന ഗ്രൂപ്പ് പോരും യോഗത്തിൽ ചർച്ചയാകും. നാളെ രാവിലെ 10-ന് ഇന്ദിരാഭവനിലാണ് യോഗം ചേരുക. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ ലോകായുക്തയിൽ അന്വേഷണ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് വിജിലൻസ് അറിയിച്ചു. അതേസമയം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കേസിൽ പ്രതികൾക്കെതിരെ സാക്ഷിമൊഴി നൽകിയ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിക്ക് സമൻസ് അയക്കാൻ കഴിയൂവെന്ന് ലോകായുക്ത വ്യക്തമാക്കി. കേസിലെ മറ്റൊരു സാക്ഷിയായ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി മുൻ നിലപാടിൽ ഉറച്ച ലോകായുക്തയിൽ മൊഴി നൽകി. അടുത്ത മാസം 6-ന് കേസ് വീണ്ടും പരിഗണിക്കും. കാസർഗോഡ് നഗരത്തിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയടിച്ചു. കുടിലൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് സംഭവം നടന്നത്. 5-അംഗ മുഖംമൂടി സംഘം ജീവനക്കാരെ ബന്ദിയാക്കി 21 കിലോ സ്വർണവും 12 ലക്ഷം രൂപയുമാണ് കൊള്ളയടിച്ചത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. 2 മണിയോടെ മുഖംമൂടി അണിഞ്ഞ് 2 ബൈക്കുകളിലായി എത്തിയ 5-അംഗ കവർച്ചാ സംഘം 2 വനിതാ ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 12 ലക്ഷം രൂപയും 21 കിലോ സ്വർണവും കവർച്ച ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. ബാങ്കിലെത്തിയ ഇടപാടുകാരിയായ മഞ്ചത്തിർക്ക സ്വദേശിനി കമറു ബാനുവിന്റെ 25 പവൻ ആഭരണങ്ങളും അക്രമികൾ തട്ടിയെടുത്തു. ബാങ്കിൽ പ്രവേശിച്ച അക്രമികൾ വനിതാ ജീവനക്കാരായ ബിന്ദു, ലക്ഷ്മി എന്നിവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി താക്കോൽ വാങ്ങി ലോക്കർ തുറന്നാണ് പണവും സ്വർണ്ണാഭരണങ്ങളും കവർച്ച ചെയ്തത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരും പോലീസും എത്തുമ്പോഴേക്കും കവർച്ചക്കാർ രക്ഷപ്പെട്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവി S. ശ്രീനിവാസൻ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷം കൊച്ചിയിൽ നടന്നു. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ മമ്മൂട്ടി ഏറെ സ്നേഹിക്കുന്ന കുട്ടികളോടൊപ്പമായിരുന്നു ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം.